ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കിൻ കെയർ റൊട്ടീനിൽ നൈറ്റ് കെയർ റൊട്ടീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നൈറ്റ് കെയർ റൊട്ടീൻ എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നൈറ്റ് കെയർ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇനി അതല്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പ്ലസ് നമ്മൾ ഒരുപാട് സിറംസൊക്കെ യൂസ് ചെയ്യാറുണ്ട് നൈറ്റ്. അപ്പോൾ ഏതൊക്കെ സിറം ആണ് നമ്മൾ എടുക്കേണ്ടത്, ഓരോരുത്തർക്കും വേണ്ടാത്ത നമുക്ക് എന്താ പറയുക, നമ്മൾ പല ആഡ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള സിറം കാണുമ്പോൾ എല്ലാം മേടിച്ച് യൂസ് ചെയ്യുന്ന എന്താ പറയുക, ഇതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ അതെടുക്കും, 2 ദിവസം കഴിയുമ്പോൾ അത് മാറ്റും, പിന്നെ അതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ അതെടുക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമുക്ക് ആ ഒരു നോളേജ് കുറവ് കൊണ്ട് നമ്മൾ ഒരുപാട് ഈ സിറംസൊക്കെ മാറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ സ്കിന്നിന് എന്തൊക്കെ പ്രശ്നമുള്ളവർക്ക് റൈറ്റായിട്ടുള്ള സിറം ഏതൊക്കെയാണെന്നുള്ളതും പ്ലസ് നമ്മൾ എങ്ങനെ നൈറ്റ് കെയർ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിന് മുന്നായിട്ട് നമ്മളുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ഒരുപാട് ബ്യൂട്ടി നോളേജ് ആൻഡ് അവയർനെസ് ഉണ്ടാവും. പ്ലസ് മുഴുവൻ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നൈറ്റ് കെയർ റൊട്ടീൻ എന്ന് വെച്ചാൽ. നൈറ്റ് കെയർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ പല രീതിയിലും പുറത്തു പോകുന്നു, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ശരിക്കും നമ്മൾ നമ്മളുടെ സ്കിന്നിലേക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കണം. നമ്മൾ പലതും നമ്മൾ ചെയ്യാൻ സ്കിൻ കുറച്ച് ബ്രൈറ്റ് ആവണം, റിങ്കിൾസ് കുറയ്ക്കണം, അതുപോലെ തന്നെ നമുക്ക് പാടുകളുണ്ടെങ്കിൽ അതൊക്കെ പോകാനുള്ള പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ബേസിൽ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നൈറ്റ് ടൈമാണ്. സ്കിൻ റിപ്പയറിങ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും റിങ്കിൾസ് കുറയ്ക്കാനാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സിനും നമുക്ക് പറ്റിയ ഒരു ടൈം എന്ന് വെച്ചാൽ നൈറ്റാണ്. കാരണം രാവിലെ നമ്മൾ എന്ത് നമ്മൾ ചെയ്താലും ഒന്നാമത് നമ്മളെല്ലാവരും വർക്ക് കാര്യങ്ങൾ അതിൻ്റെ ടെൻഷനും ഓട്ടത്തിലും ബിസി ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും നമ്മൾ കൊടുക്കുന്നതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളെ മൈൻഡ്, നമ്മുടെ സ്കിന്നൊക്കെ റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ റിപ്പയറിങ്ങിന് നമുക്ക് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നൈറ്റ് ടൈം ഇതുപോലെയുള്ള റിപ്പയറിങ് നമ്മൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് നൈറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് സ്കിൻ കെയർ, അതായത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് മനസ്സിലായോ? നമ്മൾ ക്ലെൻസിങ് എല്ലാവർക്കും, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കേട്ട് കണ്ട് മനസ്സിലാക്കി നന്നായിട്ട് അറിയാൻ പറ്റും. ക്ലെൻസിങ് ടോൺ മോയ്സ്ചറൈസർ എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീനാണ്. അത് മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് മാക്സിമം എല്ലാവർക്കും തന്നെ അറിയാനും പറ്റും. ഞാൻ എന്നാലും ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ക്ലെൻസ് ചെയ്യാന്ന് പറയുന്നത് സ്കിന്നിന് ഡീപ്പ് ക്ലീനിങ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫേസ് വാഷ് യൂസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവർക്ക്, ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഔട്ടർ ലെയർ മാത്രം ക്ലീൻ ചെയ്യുന്നത്, പുറമേ കാണുന്ന ലെയർ മാത്രമാണ് ക്ലീൻ ആക്കുന്നത്. അതേ സമയത്ത് ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. അതായത് നമ്മൾ സെൽസിൻ്റെ അകത്ത് കയറി നന്നായി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വരുന്നതാണ്. നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ മുതൽ എന്തൊക്കെ ക്രീംസോ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മേക്കപ്പ് എന്തിട്ടാലും അതെല്ലാം തന്നെ നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സാധാരണ ഒരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അതിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ഇതുപോലെ ക്ലെൻസർ യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. പലരും ക്ലെൻസിങ് ഓയിലെടുത്ത് അതല്ലെങ്കിൽ ഈ കോക്കനട്ട് ഓയിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. ബട്ട് അതിനേക്കാളും കോക്കനട്ട് ഓയിൽ വെച്ച് നിങ്ങൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് അന്ന് നമ്മൾ എന്തെങ്കിലും ഷൂട്ടോ വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്നിട്ടാണെങ്കിൽ ആ മേക്കപ്പ് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് കോക്കനട്ട് ഓയിലൊക്കെ വെച്ച് വൈപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ക്ലെൻസിങ് ഓയിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെൻസിങ് ഓയിൽ വെച്ചിട്ടും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സ്കിൻ കംപ്ലീറ്റ് മേക്കപ്പ് ഇട്ട ദിവസം ഇതുപോലെ 2 പ്രാവശ്യം ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ്. അതല്ല നോർമലി ആണെങ്കിൽ നമ്മൾ ക്ലെൻസർ മാത്രം യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ടോണർ എന്തിനാണെന്ന് കഴിഞ്ഞ ദിവസവും കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ടോണർ എന്ന് പറയുന്നത് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ പോർസസ് ഓപ്പൺ ആയിരിക്കും, അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ക്ലെൻസ് ചെയ്ത് സ്കിൻ നന്നായിട്ട് വെറ്റാക്കിയതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക. എന്താ പറയുക,
ടോണർ എന്ന് പറയുമ്പോൾ നമ്മൾ പോർസസിനെ നല്ലപോലെ ക്ലോസ് ചെയ്യാനാണ്. അതൊരിക്കലും ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. എങ്ങനെയായിരിക്കണം ടോണർ? ഒരിക്കലും ഇങ്ങനെ പ്രൊഡക്റ്റ് നമ്മൾ എന്തെങ്കിലും ക്രീമൊക്കെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കോട്ടൺ പാഡിലേക്ക് ടോണർ ആക്കിയിട്ട് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ടോണർ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പക്ഷേ നൈറ്റ് കെയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് സിറം യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് നോക്കാറുള്ള സിറത്തിനെ കുറിച്ച് പറയാനാണ് നമുക്ക് കൂടുതലും പറഞ്ഞു വന്നത്. കാരണം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് രീതിയിലുള്ള സിറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. നമുക്കറിയാം എന്താ പറയുക, വൈറ്റമിൻ സി സിറം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നു, ഓരോ സിറവും എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നയാസിറമൈഡ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി, അതുപോലെ നമുക്ക് എന്താ പറയുക, ഒരുപാട് സിറംസ് മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. റെറ്റിനോൾ, അപ്പോൾ ഇത് പലരും റെറ്റിനോൾ എടുക്കുക, റെറ്റിനോൾ നല്ലതാണ്, റെറ്റിനോൾ എടുക്കും, നയാസിറമൈഡ് എടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വൈറ്റമിൻ സി എടുക്കുന്ന, അതുപോലെ പല സിറംസ് നമ്മൾ യൂസ് ചെയ്യും, മാറി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ വൈറ്റമിൻ സി നമുക്കൊരു ആഫ്റ്റർ 30 to 35 മുതൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൈറ്റമിൻ സി സിറം എന്നുള്ളത്. അത് ടീനേജ് പ്രായത്തിലൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ തെറ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ എടുത്തിട്ട് 18, 20, 25 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. സോ അതെടുക്കരുത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു 30 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വൈറ്റമിൻ സി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഒരു സൊല്യൂഷനായിരിക്കും വൈറ്റമിൻ സി നമ്മൾ ഫോളോ ചെയ്ത് വരാമെന്നുള്ളത്. ഇനി അതല്ല, നിങ്ങൾ ഈ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നത് ഒരു 40-45 കഴിഞ്ഞിട്ടാണ് സ്കിൻ ഭയങ്കരമായിട്ട് റിങ്കിൾസും അതായത് റിങ്കിൾസ് നല്ലപോലെ ഉണ്ട്, ഡ്രൈനെസ്സും റിങ്കിൾസൊക്കെ ഉണ്ട്, ഏജിൻ്റെ പ്രോബ്ലം ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാവുന്നതാണ്. റെറ്റിനോൾ നമുക്കറിയാം നമ്മളുടെ സ്കിന്നിൻ്റെ റിങ്കിൾസിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്ലസ് നമ്മൾ യൂത്തായിട്ടും യങ്ങായിട്ടും വയ്ക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ റെറ്റിനോൾ ആ ഒരു ആൾക്കാർക്കാണ് എടുക്കേണ്ടത്. അല്ലാതെ ഓക്കെ ഒരു 30 വയസ്സായി, ഓക്കെ എന്നാൽ ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്തേക്കാം, അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. വൈറ്റമിൻ സി എടുത്തോളൂ, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നയാസിറമൈഡ് എല്ലാവർക്കും അറിയാം നല്ലതാണ്, റിസൾട്ടാണ്, ഓക്കെ. ബട്ട് ആഗ്നെ ഉള്ളവർക്ക് നയാസിറമൈഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിതിനകത്ത് കമ്പനിയല്ല ഞാൻ പറയണത്, ഇതിനകത്ത് വരുന്ന കണ്ടൻറ്റ്. അപ്പോൾ ഇത് ഏതിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെറ്റിനോൾ വേണോ, വൈറ്റമിൻ സി എടുക്കണോ, നയാസിറമൈഡ് എടുക്കണോ, ഇതെല്ലാം നമ്മളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ എനിക്കറിയാം ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർക്ക് ഈ ആഗ്നെ പ്രോബ്ലം വല്ലാതെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് നയാസിറമൈഡ് സിറം യൂസ് ചെയ്യാവുന്നതാണ്. അതും ഈ നൈറ്റ് റൊട്ടീനിൽ നിങ്ങൾക്കൊരു പാർട്ടാക്കാൻ പറ്റിയാൽ നമുക്കതിൻ്റെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഏജിൻ്റെ പ്രോബ്ലം, റിങ്കിൾസിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് റെറ്റിനോൾ എടുക്കാം. അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ, സാലിസിലിക് ആസിഡ്, അങ്ങനെ കുറേ സിറംസ് വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സിറം മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്ക് എടുക്കേണ്ട ബേസിക് ആയിട്ടുള്ളത് അത് മാത്രം നോക്കുക. കാരണം സാധാരണ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അത് ട്രൈ ചെയ്യും. കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം ഓൺലൈൻ പ്രൊമോഷൻ ആയതുകൊണ്ട് തന്നെ ഡേ ബൈ ഡേ നമുക്ക് ഓരോ സിറം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫേസിൽ പരീക്ഷിച്ച് നോക്കാൻ പാടില്ല. നമുക്ക് ആവശ്യം എന്താണോ അത് മാത്രം എടുക്കുക. അപ്പോൾ നയാസിറമൈഡ് ടീനേജ് പിള്ളേർക്ക്, ആഗ്നെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ റെറ്റിനോൾ എടുക്കുക. കുറച്ച് പ്രായമായി റിങ്കിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ദെൻ വൈറ്റമിൻ സി സിറം നിങ്ങൾ ആഫ്റ്റർ 30 എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 സിറം മാക്സിമം നമുക്ക് ഒരു നോർമൽ രീതിയിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നതാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം
എന്താ പറയുക, സിറം മാത്രമല്ല, നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ നൈറ്റ് റൊട്ടീനിൽ നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞ് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിറം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഓയിലി സ്കിൻ ആണെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എടുക്കുക. ദെൻ അതല്ല വാട്ടർ ഓർ ജെൽ ബേസ്ഡ് എടുക്കാം. സോ അതല്ല ഭയങ്കര നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒരേ പ്രൊഡക്റ്റ് കൊടുക്കാം, ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. കാരണം അത്രയും ഡ്രൈനെസ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ മോയ്സ്ചർ കൊടുത്താലേ നമുക്ക് കൂടുതൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കൂടുതൽ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും നല്ലത് ഓയിൽ ബേസ്ഡ് ആൻഡ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് മതി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ. ഇതിൻ്റെ കൂടെ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നൈറ്റ് ടൈം ആണ് കൂടുതൽ നമ്മൾക്ക് റിപ്പയറിങ് കാര്യങ്ങളും നടക്കുന്നത്. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ ഒരു ഭയങ്കര ഒരു റിലാക്സ് ചെയ്ത് പിന്നെ ഇതിൻ്റെയൊക്കെ പുറമെ നമ്മളിതെല്ലാം ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം എന്ന് പറയുന്നത്. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമ്മളൊന്നും ഉറങ്ങുന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് റിസൾട്ട്. സ്കിന്നിൻ്റെ റിസൾട്ട് നമ്മൾ നോർമലി ഈ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് മാത്രമല്ല നമുക്ക് കിട്ടാതിരിക്കുക. എന്താ പറയുക, ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ഒന്നിനും ഒരു ഓക്കെ ആവത്തില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉറക്കം എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്വിച്ചിട്ട് പോലെ നമുക്ക് കിടന്നാൽ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ബട്ട് എന്നാൽ പോലും മാക്സിമം റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതും കൂടിയാണ് നമുക്കെല്ലാറ്റിനും ഒരു റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ ടൈം നമ്മൾ ഈ മൊബൈൽ നമ്മളുടെ സ്കിന്നിൽ ആ ഒരു ലൈറ്റ്, നമ്മൾ ഇത്രയും സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമല്ലോ. നോർമലി എല്ലാവരും കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയിട്ടായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് കൂടുതൽ ടൈം നമ്മൾ സ്കിന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്ത പ്രൊഡക്റ്റിൻ്റെ എല്ലാം റിസൾട്ട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ സമയം മൊബൈൽ നോക്കാതെ, കാരണം നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിരിക്കുവാണ്, നമ്മൾ പ്രൊഡക്റ്റൊക്കെ സിറം എല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എന്നിട്ട് സുഖമായിട്ട് പറ്റുമെങ്കിൽ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദൂരെ മാറ്റി വെച്ച് മൊബൈൽ നോക്കുക. ഒരുപാട് അടുത്ത് നോക്കുന്നത് ആ ലൈറ്റ് നമ്മൾ സ്കിന്നിലേക്ക് തട്ടുന്നത് നമുക്ക് അത് റിസൾട്ടിനെ കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ നൈറ്റ് കെയർ റൊട്ടീൻ പ്ലസ് നമ്മൾ ഏതൊക്കെ സിറമാണ് നൈറ്റിന് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അടുത്തത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.